ഹലോ കുട്ടീസ്, ഇന്നത്തെ വീഡിയോ കപ്പ പറിക്കലാണ്. ഇവിടെ കുറച്ച് കപ്പ നട്ടിട്ടുണ്ട്. മുറ്റത്ത് തന്നെ നട്ടേക്കണേ, അതിന് മാത്രമൊന്നുമില്ല. ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള മാത്രം നട്ടിട്ടുള്ളു. അപ്പൊ ചെടിയുടെ ഇടയിലൊക്കെ നിൽക്കണേ. അപ്പൊ പറിക്കാൻ ഇച്ചിരി പാടാണ്. എന്നാലും ഞാൻ വലിച്ചൊക്കെ നോക്കണുണ്ട്, പക്ഷെ പോരുന്നില്ല. ഇതിന്റെ ഇടയിൽ റോസും ജമന്തിയൊക്കെ ഉള്ളതുകൊണ്ട് അതും പോവാതെ വേണം പറിക്കാനായിട്ട്. ഇതിന്റെ ഇടയിൽ റോസിന്റെ മുള്ളും എൻ്റെ കൈ കൊള്ളണമുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ എല്ലാ ബലവും എടുത്തിട്ടാ വലിക്കണേ കേട്ടോ. അപ്പൊ ഏട്ടൻ അവിടെ നിന്ന് പറയാ, വലിക്ക്, നല്ലോണം വലിക്ക്, പോരട്ടേന്ന്. എവിടെ പോകുന്നില്ല, അതേ കണ്ട. അപ്പൊ റോസിന്റെ മുള്ള എൻ്റെ കൈ കൊള്ളുക. പിന്നെ അത് പയ്യെടുത്ത് മാറ്റിയിട്ട് ഞാൻ വലിക്കാൻ തുടങ്ങിട്ടോ. പക്ഷെ അനങ്ങളില്ലെന്നേ, ഉറച്ചു പോയെന്ന് തോന്നേ മണ്ണ്. പക്ഷെ ഇവിടെ നല്ലോണം കപ്പ ഉണ്ടാവും കേട്ടോ. അത് ഞാൻ അവിടെ തന്നെ കുത്തിയത്. കപ്പ പറിച്ച് ഞാൻ വിഷമിച്ചതല്ലാതെ കപ്പ ഞാൻ പോരുന്ന ലക്ഷണമൊന്നും കാണിക്കണില്ല കേട്ടോ. പിന്നെ ഏട്ടനും അവിടെ നിന്ന് എന്നെ കളിയാക്കി തുടങ്ങി. പിന്നെ ഞാൻ പറഞ്ഞു, ഏട്ടനെ ഒന്ന് പറിക്കി എന്നും പറഞ്ഞ് ഏട്ടനോട് പറഞ്ഞു. അപ്പൊ ഏട്ടൻ വന്നൊന്ന് ഇളക്കിയൊക്കെ വെച്ച് തരും കേട്ടോ. പിന്നെ ഞാൻ തന്നെ പറിക്കാൻ തുടങ്ങും കേട്ടോ. അപ്പൊ പിന്നെ വേഗം പോരും. ഏട്ടനെന്ന് പറഞ്ഞാൽ പറിച്ച് പകുതി വെച്ച് തന്നേക്കോ എനിക്ക് വേണ്ടി. അപ്പൊ ഞാൻ പറിച്ചെടുത്തതേ. ഇത്രയും കപ്പയുണ്ട് കേട്ടോ. ഇവിടെ നല്ലോണം കപ്പ ഉണ്ടാവും. നല്ല ഇളക്കമുള്ള മണ്ണായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ കുത്തിയത്. ഞങ്ങൾക്കൊരു കറിക്കല കിട്ടും, പിന്നെ എൻ്റെ ഫ്രണ്ട്സിനും കൊടുക്കും കേട്ടോ. ഇടയ്ക്ക് പറിച്ച് അതിന് മാത്രമൊന്നും നട്ടിട്ടില്ല കേട്ടോ, കുറച്ചേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾക്കുള്ളത് കിട്ടി. ഇന്നത്തേക്ക് പുഴുകാനിത് മതിയാവും. പിന്നെ അത് വെട്ടിയെടുക്കല കേട്ടോ. വാക്കത്തിയാലും മൂർച്ചയില്ല, അതുകൊണ്ട് വെട്ടല് നല്ല പണിയാ. അപ്പൊ ഞാനിരുന്ന് വെട്ടു. അപ്പൊ ഏട്ടൻ എന്നെ അവിടെ ഇരുന്ന് കളിയാക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങനെയാണോ വെട്ടണേന്നും ചോദിച്ച്. ഞാൻ എന്ത് ചെയ്യാനാ, മൂർച്ചയില്ലാത്ത വാക്കത്തിയായി പോയില്ലേ. അതുകൊണ്ട് വെട്ടല് ഇച്ചിരി പണിയാണ്. പക്ഷെ എന്നാലും ഞാൻ വെട്ടിയെടുത്തട്ടോ. അപ്പൊ വൈകിട്ടത്തേക്കുള്ള ചായക്ക് കടി ഉണ്ടാക്കാനാണ് ഈ കപ്പ ഞങ്ങൾ പറിച്ചേക്കണേ. പിന്നെ കപ്പക്കോല അങ്ങ് നീക്കിയിട്ട് പിന്നെ 2 ദിവസം മുന്നേ പറിച്ചായിരുന്നു. അപ്പൊ ഒരെണ്ണം കൂടി പറിച്ചിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ടിനും കൂടി കൊടുക്കണം. അതുകൊണ്ട് ഞാൻ ഒരു കപ്പയുടെ കടയും കൂടി പറിച്ചായിരുന്നു. അവക്കും കൂടി കൊടുക്കണമല്ലോ. അപ്പൊ ഞാൻ അതും കൂടി വെട്ടിയെടുക്കുവാണേ. ഇതും കൂടി വെട്ടിയിട്ട് വേണം അവക്കും കൂടെ കൊടുത്തിട്ട് വേണം ഞങ്ങൾക്ക് പുഴുങ്ങാനായിട്ട് വെക്കാനായിട്ട്. ഇത് പുഴുങ്ങിയിട്ട് ഇതാണെന്ന് വൈകിട്ടത്തെ ചായയുടെ കടി. ഇത് മതി ഞങ്ങൾക്ക്. ആകെ 2 കപ്പ മതിയാവും. അതും ബാക്കി വരും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.